everyone. Today's topic is constructors in derived class. So we know that constructors are used to initialize objects of a class. But what happens when inheritance is there? Due to inheritance, we usually create objects of the derived class. So if there are base class constructors, how it will be invoked? So if base class contains a constructor without any arguments, it is not necessary to invoke it from the derived class. But if base class contains constructors with arguments, then it is necessary that derived class should have a constructor that pass values for the base class constructor also. That is, derived class should pass arguments to base class constructor if base class contains constructor with arguments. അതായത് ബേസ് ക്ലാസ്സിൽ ആർഗ്യുമെൻ്റ് ഉള്ള ഒരു കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഇൻഹെറിറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടേഴ്സിനെ ഇൻവോക്ക് ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സിന് വാല്യൂ ഇനീഷ്യലൈസ്ഡ് ആവില്ല. ഓക്കെ, കൺസ്ട്രക്ടറിൻ്റെ പർപ്പസ് ഈസ് ടു ഇനീഷ്യലൈസ് വാല്യൂസ് ഫോർ ഒബ്ജക്ട്സ്. സോ ഇഫ് values are not passed to base class, their objects will not get initialized. So base constructor is executed first and then derived class constructor. അപ്പോൾ ഇത്രേ ഓർക്കുക, ബേസ് ക്ലാസ്സിൽ ആർഗ്യുമെൻ്റ് ഉള്ള കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിറൈവ്ഡ് ക്ലാസ്സിൽ കൺസ്ട്രക്ടർ ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് കൺസ്ട്രക്ടർ ഷുഡ് റിസീവ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി പാസ് ടു ദ ബേസ് ക്ലാസ് കൺസ്ട്രക്ടർ. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിന് സ്വന്തം ക്ലാസിന്റെ ഒബ്ജക്ട്സ് മാത്രം ഇനീഷ്യലൈസ് ചെയ്യാനുള്ള വാല്യൂസ് യൂസറിൽ നിന്ന് മേടിച്ചാൽ പോരാ, ഏത് വാല്യൂ കൂടെ മേടിക്കണം? ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള വാല്യൂ കൂടെ മേടിക്കണം. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഇഫ് ദർ ഇസ് നോ parameterized constructor in base class, then you need not pass value for the base class constructors. General form of defining derived class constructor is given here. Derived class constructor name followed by a list of arguments. Argument list 1, list 2 up to n. These are declaration of arguments and this is for the base class. And now arg list D. Okay, so D is the argument list for derived class. അതായത് ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്തെ വേരിയബിൾസിന് വേണ്ട എല്ലാ വാല്യൂസും ആർഗ്യുമെൻ്റ് ആയിട്ട് എഴുതിയിരിക്കണം, ഇൻക്ലൂഡിങ് ആർഗ്യുമെന്റ്സ് ഫോർ ദ ബേസ് ക്ലാസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ ഹാസ് ഗോട്ട് ദ ഡ്യൂട്ടി ടു ഗീവ് വാല്യൂസ് ടു ദ ബേസ് ക്ലാസ് കൺസ്ട്രക്ടർ ഓൾസോ. അപ്പൊ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെന്റ് ലിസ്റ്റ് 1, 2, 3 അപ് ടു n ഇത് ബേസ് ക്ലാസ്സിനുള്ളതാണ്. അതിനുശേഷം ഇനി സ്വന്തമായിട്ട് ഡിറൈവ്ഡ് ക്ലാസ്സിന് സ്വന്തമായിട്ട് ആർഗ്യുമെന്റ്സ് ഉള്ളതാണ് ആർഗ് ലിസ്റ്റ് ഡി. ഇത് എത്ര നമ്പറും ആവാം, ഇത് ജസ്റ്റ് ജനറൽ ഫോർമാറ്റ് ആണ്. വിൽ സീ ദ എക്സാമ്പിൾ. സോ ദീസ് ആർ ദ ഡിക്ലറേഷൻ ഓഫ് ആർഗ്യുമെന്റ്സ്. നൗ ഫോളോഡ് ബൈ എ കോളൻ, ഒരു സിംഗിൾ കോളൻ ഉണ്ട്. അതിനുശേഷം ഡെഫിനീഷന്റെ ഹെഡർ ലൈൻ ആണിത്. ഇത് ആക്ച്വലി ഹെഡർ ലൈൻ മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ, സോ ഇനി ഹെഡർ ലൈൻ കഴിഞ്ഞിട്ടില്ല, കോളൻ കഴിഞ്ഞ് ബേസ് 1 ആർഗ് ലിസ്റ്റ് 1. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ആക്ച്വലി ഇൻവൊക്കേഷൻ ഓഫ് കൺസ്ട്രക്ടർ ഓഫ് ബേസ് ക്ലാസ് 1. അതായത് ഇപ്പൊ ഇൻഹെറിറ്റൻസ് ആണ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വരാം. ആ കേസിൽ നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം മോർ ദാൻ 1 ബേസ് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ ആ ബേസ് ക്ലാസ്സിനും ഒക്കെ വാല്യൂ വേണം. അപ്പൊ ബേസ് ക്ലാസ് 1 ഉണ്ടാവാം, 2 ഉണ്ടാവാം, അപ് ടു n ബേസ് ക്ലാസ്സസ് ഉണ്ടാവാം. ഓക്കെ, സോ എ ഡിറൈവ്ഡ് ക്ലാസ് മേ കണ്ടെയ്ൻ n ബേസ് ക്ലാസ്സസ് and each and every base class contains argument constructor also. അപ്പോൾ അതിന് വേണ്ട ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ആക്ച്വലി എ ഫംഗ്ഷൻ കോൾ ടു ബേസ് ക്ലാസ് കൺസ്ട്രക്ടർ. ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ കോൾ ആണ്. ആർക്കുള്ള ഫംഗ്ഷൻ കോൾ ആണ്? ടു ബേസ് ക്ലാസ് കൺസ്ട്രക്ടർ. ഓക്കെ,
So argument list 1, if I just argument list 1 depending on the number of arguments, that much number of arguments will be taken in the order. Okay, അപ്പോൾ ശരിക്കും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ ആദ്യം ഏത് ബേസ് ക്ലാസ് ആണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആർഗ്യുമെന്റ്സ് ആയിരിക്കും ആദ്യം എടുക്കുന്നത്. Second base class, next arguments. Depending on the number of arguments, that much number of arguments will be taken. Okay, അപ്പോൾ ഇനി base 2, similarly base 2 arg list 2. Okay, എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ടോ അത് ജനറലി ആർഗ് ലിസ്റ്റ് 2 എന്നേ പറഞ്ഞിട്ടുള്ളൂ, അപ് ടു n. nth ബേസ് ക്ലാസ്സിന് ആർഗ് ലിസ്റ്റ് n. അപ്പൊ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ഹെഡർ ലൈൻ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ ആണ്. ഇനിയാണ് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തു. നൗ ദ ബോഡി ഓഫ് ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ ക്ലോസ് ചെയ്തു. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന് വേണ്ട വാല്യൂ എന്താണോ പാസ് ചെയ്തിട്ടുണ്ട് അത് അസൈൻ ചെയ്യാനുള്ള കോഡൊക്കെ ഇതിനകത്ത് എഴുതണം. So this is the general form of defining derived class constructor. Now we will see one example. So this is an example in which class A and B is inherited to class D. So which is the type of inheritance? Multiple classes acts as the base class. So this is multiple inheritance. Okay. So consider class A with the 2 data members A1 and A2, B with the 2 data members B1 and B2, and D with 1 data member, small letter d. Okay, so this base class A contains a constructor to initialize values for A1 and A2, which is not shown here. You assume there is a constructor in base class whose duty is to initialize A1 and A2. Similarly, there is a constructor defined in base class B whose function is to initialize B1 and B2, and derived class D is written to initialize D. Okay, but that is not the only duty of derived class constructor D, because due to inheritance we may usually create only object of derived class from main. അതായത് മെയിനിൽ നിന്ന് എപ്പോഴും നമ്മൾ യൂഷ്വലി ഡിയുടെ ഒബ്ജക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇൻഹെറിറ്റൻസ് വഴി പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തിരിക്കണം? ഡിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ എയുടെയും ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ വി ആർ നോട്ട് യൂട്ടിലൈസിങ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻഹെറിറ്റൻസ് ദയർ. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഡിയുടെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഡിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ only D's constructor will get involved. നമുക്കറിയാം ഏത് ക്ലാസിന്റെ ആണെങ്കിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവോക്ഡ് ആവുന്ന ഫംഗ്ഷൻ ആണ് ആര്? കൺസ്ട്രക്ടർ. അപ്പൊ ഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുവാണ് മെയിനില്. വാട്ട് ഹാപ്പൻസ് വെൻ ഐ റൈറ്റ് OBJ, derived class constructor will get invoked. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. പാരാമീറ്റർ ഉണ്ടെങ്കിൽ അത് പാസ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇത് മാത്രമേ ഇൻവോക്ഡ് ആവുള്ളൂ. പക്ഷെ അത് പോരാ, നമുക്ക് ബേസ് ക്ലാസിന്റെ ഒബ്ജക്ട്സും ഇനീഷ്യലൈസ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് ഈ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ബേസ് ക്ലാസ്സിലെ ഡേറ്റയോ ഫംഗ്ഷനോ ആക്സസ് ചെയ്യുമ്പോൾ അതിന് വാല്യൂസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി C++ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി ഇതാണ്. ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ ഇനീഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ഡെഫിനീഷന്റെ കൂടെ തന്നെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, ബേസ് ക്ലാസ് കൺസ്ട്രക്ടേഴ്സിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. So the format is like this. D is the name of the constructor. D എന്നാണ് ക്ലാസിന്റെ നെയിം. സോ ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടറിന്റെ പേര് എന്ത് തന്നെയായിരിക്കണം? D. Then argument list as we have seen in the general format. So first int A1 comma int A2. These two parameters are for class A. A എന്ന ക്ലാസ്സിനുള്ള പാരാമീറ്റേഴ്സ് ആണ് A1 ഉം A2. അപ്പൊ ആ ക്ലാസിന്റെ ഒബ്ജക്ട്സിനെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള വാല്യൂസ്. സിമിലർലി ഫ്ലോട്ട് B1 ആൻഡ് B2, B1 B2 ഫ്ലോട്ട് വേരിയബിൾസ് ആണ്. സോ ഈ ഫ്ലോട്ട് B1 ആൻഡ് B2 ആർഗ്യുമെന്റ്സ് ഈസ് ഫോർ initializing the objects of class B, that is the data members of class B. And the fifth value or argument is for the constructor, derived class constructor. Okay, അപ്പോൾ ലാസ്റ്റ് വാല്യൂ ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടറിനും ഒരു ഡേറ്റ മെമ്പർ ഉണ്ട് D, അത് ഇനീഷ്യലൈസ് ചെയ്യാനുള്ളതാണ്. സോ D ഈക്വൽ ടു D1. അപ്പൊ നോക്കിക്കേ, ഇത്
ഇത്രയും ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. അതിനുശേഷം ഒരു സിംഗിൾ കോളൻ ഉണ്ട്. അതിനുശേഷം എഴുതിയിരിക്കുന്ന എന്താണ്? ജനറൽ ഫോമാറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ബേസ് ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ബേസ് ക്ലാസിന്റെ നെയിം എ ആണ്. സോ കൺസ്ട്രക്ടറിന്റെ നെയിം എന്ത് തന്നെയായിരിക്കും? എ ആയിരിക്കും. അത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് വിച്ച് അക്സെപ്റ്റ് 2 പാരാമീറ്റേഴ്സ് ആൻഡ് ദ പാരാമീറ്റേഴ്സ് ആർ A1 ആൻഡ് A2. അപ്പൊ അത് രണ്ടും പാസ് ചെയ്ത്. സോ ദിസ് ഇസ് ആക്ച്വലി എ ഫംഗ്ഷൻ കോൾ ടു ബേസ് ക്ലാസ്. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് കോമ ഇട്ടിട്ട് B1, B2. So this is also a function called to base class B. Base class B യുടെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് ഇത്. പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്താണ്? നെക്സ്റ്റ് 2 പാരാമീറ്റേഴ്സ് ഇൻ ദ ആർഗ്യുമെന്റ് ലിസ്റ്റ്, ദാറ്റ് ഈസ് B1 ആൻഡ് B2. ആക്ച്വലി എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എക്ക് ഉണ്ടോ അത്രയും ആദ്യം എടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ആർഗ്യുമെന്റ്സ് വിൽ ബി ടേക്കൺ ഫോർ ദ നെക്സ്റ്റ് ബേസ് ക്ലാസ്. ഇവിടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ A1, A2, B1, B2 എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ക്ലിയർ. ഇത്രയും കഴിയുമ്പോഴേ ഹെഡർ ലൈൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇനി കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തു ആൻഡ് ബോഡി ഓഫ് ദ ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ. അപ്പൊ ഡിറൈവ്ഡ് ക്ലാസിന്റെ ബോഡി ഇനിയാണ് എഴുതുന്നത്. ഇൻസൈഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഇനീഷ്യലൈസ് ഡാറ്റ മെമ്പർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ് D, which is the data member of derived class D, small letter d. So D equal to D1. D1 ആണ് പാസ് ചെയ്തത്. So D equal to D1. അപ്പൊ അത് അസൈൻ ചെയ്യും. So this is the syntax for defining derived class constructor. Now we are creating an object from the main. Suppose main function ന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കണം? എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 5 പാരാമീറ്റേഴ്സ് ഉണ്ട് ഈ കൺസ്ട്രക്റ്റിന്. തീർച്ചയായിട്ടും ഒബ്ജക്റ്റിന് എത്ര പാരാമീറ്റേഴ്സ് വേണം? 5 എണ്ണം വേണം. ഓക്കെ, സോ 1, 2, 3, 4, 5 പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. OBJ is the name of the object and 5 will be assigned to which variable? A1. 12 will be A2. 2.5 will be for B1. 7.5 will be for B2 and now 30 is for D1. Okay, അപ്പോൾ നമ്മുടെ ബേസ് ക്ലാസ്സിലെയും ഡിറൈവ്ഡ് ക്ലാസ്സിലെയും എല്ലാ വേരിയബിൾസിനും ഓർ ഡേറ്റ മെമ്പേഴ്സിനും ഉള്ള ഇനീഷ്യൽ വാല്യൂസ് ഒബ്ജക്റ്റിൻ്റെ ക്രിയേഷൻ്റെ ടൈമിൽ തന്നെ പാസ് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ സിൻടാക്സ് ഓഫ് ഇൻവോക്കിംഗ് derived class constructor as well as base class constructor. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? derived class constructor ഇൻവോക്ഡ് ആവും. അവിടെ നോക്കുമ്പോൾ ഈ പാരാമീറ്റർ എല്ലാം മേടിക്കാനായിട്ട് ആർഗ്യുമെന്റ്സ് എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ബേസ് ക്ലാസ് കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആദ്യം എയുടെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും ഫസ്റ്റ്, ദെൻ ബിയുടെ കൺസ്ട്രക്ടറിനെ. അതിനുശേഷമാണ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ class A's constructor will be executed first, then B's constructor, then derived class D's constructor. So we'll see the order of execution. Now regarding the order of execution of base class and derived class constructors, so this is the sample inheritance shown and correspondingly what will be the order of execution is shown on the right side. Okay, so consider an inheritance class B public A. Okay, എന്താണ് മീനിങ്? ക്ലാസ് ബി ഇസ് ദ ഡിറൈവ്ഡ് ക്ലാസ് വിച്ച് ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം ക്ലാസ് എ. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ് ആൻഡ് ഇൻ ദിസ് കേസ് ഏത് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഏത് ക്ലാസിൻ്റെ ആയിരിക്കും? ഓൾറെഡി പറഞ്ഞു ബേസ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ ആയിരിക്കും ആദ്യം ഇൻവോക്ഡ് ആവുന്നത്. സോ എ വിൽ ബി എക്സിക്യൂട്ടഡ് ഫസ്റ്റ്, ദാറ്റ് ഇസ് ബേസ് കൺസ്ട്രക്ടർ, ദെൻ ബി, ദാറ്റ് ഇസ് ഡിറൈവ്ഡ് കൺസ്ട്രക്ടർ. Next example, class A public B comma public C. So this is an example of multiple inheritance. B യും C യും ബേസ് ക്ലാസ് ആണ്. രണ്ടുപേരിൽ നിന്നും ആര് ഇൻഹെറിറ്റ് ചെയ്യുന്നു? A ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ഈ ഓർഡർ, അതായത് ആദ്യം ആരെയാണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ കൺസ്ട്രക്ടർ ആദ്യം ഇൻവോക്ഡ് ആവും. സി B, that is base first base class constructor will be invoked first, then second base class, which is the second base class C. B യും C യും ആണ് base classes. So second base class is C will be invoked second and third is derived class A.
എയുടെ കൺസ്ട്രക്ടർ ആയിരിക്കും മൂന്നാമത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദ order of execution. Then consider a case in which class A public B, virtual public C. എന്താണ് മീനിങ്? ഇവിടെ സി എന്ന ഒരു വെർച്വൽ ബേസ് ക്ലാസ് ആണ്. എയുടെ വെർച്വൽ ബേസ് ക്ലാസ് ആണ് സി. ആ കേസിൽ ആർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ? സി വിൽ ബി ഹാവിങ് മോർ പ്രയോറിറ്റി. ഇത്രയും ഓർക്കുക, വെർച്വൽ ബേസ് ക്ലാസ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും പ്രയോറിറ്റി, അല്ലെങ്കിൽ ഈ എഴുതുന്ന ഓർഡറിനായിരിക്കും. ഓക്കെ, so virtual base class C will be executed first, then ordinary base class constructor B will be executed second, and then third derived class A will be executed. So this is the order of execution of constructors. There are three classes, alpha, beta and gamma, and alpha and beta are the base classes and gamma is the derived class. And we have shown multiple inheritance. So int x, class alpha has got one data member, is an integer variable x, and public alpha int I. This is the constructor of class alpha. X equal to I. The duty of constructor is to initialize value x with whatever is passed from the main. So it will be assigned to I and it will be assigned to x. സോ എന്ത് വാല്യൂ ആണോ മെയിനിൽ നിന്ന് വരുന്നത് അത് ഐ വേരിയബിളിലേട്ട് വരും, അത് എക്സിലേട്ട് അസൈൻ ചെയ്യും. ആൻഡ് നമുക്ക് ജസ്റ്റ് കൺസ്ട്രക്ടേഴ്സ് ഇൻവോക്ക് ചെയ്യുന്ന ഓർഡർ അറിയാൻ വേണ്ടി വി ഹാവ് പ്രിൻറ്റഡ് ആൽഫ. ഓക്കെ, അപ്പോൾ സി ഔട്ട് ആൽഫ എന്നും കൊടുത്തിട്ടുണ്ട്. ഈ തൽക്കാലം നമ്മൾ എക്സാമ്പിൾ ഓഫ് കൺസ്ട്രക്ടേഴ്സ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. സോ വി ഹാവ് ഷോൺ ഓൺലി കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, വേറെ ഡെഫിനേഷൻ ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് കൺസ്ട്രക്ടേഴ്സ് മാത്രമേ 3 ക്ലാസ്സിലും കാണിച്ചിട്ടുള്ളൂ. ദ ഡെഫിനേഷൻ ഓഫ് നെക്സ്റ്റ് ക്ലാസ് ബീറ്റ, ദർ ഇസ് എ സിംഗിൾ ഡാറ്റ മെമ്പർ വിച്ച് ഇസ് ഓഫ് ടൈപ്പ് ഫ്ലോട്ട് ഹിയർ, ആൻഡ് ദ ബീറ്റ accept one parameter float j, and whatever is assigned to j or whatever is received by j will be assigned to y equal to j. And also there is a print statement to print beta. ബീറ്റ കൺസ്ട്രക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ബീറ്റ എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കംസ് ദ ഇൻഹെറിറ്റൻസ്, ദാറ്റ് ഇസ് ക്ലാസ് ഗാമ ഈസ് ഇൻഹെറിറ്റിംഗ് പബ്ലിക്ലി ഫ്രം ബീറ്റ ആൻഡ് ആൽഫ. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്, പബ്ലിക് ബീറ്റ പബ്ലിക് ആൽഫ. 2 ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റ് എം ആൻഡ് എൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദിസ് എക്സാമ്പിൾ ബിക്കോസ് വി ആർ ട്രൈങ് ടു ഇലിസ്ട്രേറ്റ് the definition of derived class constructor. So derived class ന്റെ നെയിം ഗാമ എന്നാണ്. സോ derived class constructorന്റെ നെയിമും തീർച്ചയായിട്ടും ഗാമ ആയിരിക്കണം. ആൻഡ് എത്ര പാരാമീറ്റേഴ്സ് derived class പാസ് ചെയ്യണം? എത്ര പാരാമീറ്റർ പാസ് ചെയ്യണം? 1 2 3 4 4 പാരാമീറ്റേഴ്സ് derived class പാസ് ചെയ്യണം. 2 4 ബേസ് ക്ലാസ്സസ് ആൻഡ് 2 ഫോർ ഇറ്റ്സ് ഓൺ കൺസ്ട്രക്ടർ. ഗാമയ്ക്ക് തന്നെ 2 വേരിയബിൾ ഉണ്ട്, ബേസ് ക്ലാസ്സിന് ഓരോന്ന് വീതമുണ്ട്. ഇവിടെ 1 ഇവിടെ 1, അപ്പോൾ 2 3 4 ആർഗ്യുമെന്റ്സ് വേണം. 4 ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് എ ബി സി ഡി. 4 വേറെ വേരിയബിൾ നെയിമാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ദെൻ സിംഗിൾ കോളൻ, അപ്പം പാരാന്തസിസ് ക്ലോസ് ചെയ്തു, സിംഗിൾ കോളൻ. ദെൻ invocation of base class constructors. Okay, invocation of base class constructor ആണ് ആൽഫ എ. ആൽഫയ്ക്ക് ഒരു പാരാമീറ്ററേ ഉള്ളൂ നമുക്കറിയാം, അതുകൊണ്ട് ആദ്യത്തെ വാല്യൂ ആൽഫയ്ക്ക് പാസ് ചെയ്തു. ദെൻ സെക്കൻഡ് വാല്യൂ നെക്സ്റ്റ് കൺസ്ട്രക്ടർ, അതായത് നെക്സ്റ്റ് ക്ലാസ് ആരാണ്? ബീറ്റയാണ്. ബീറ്റയ്ക്കും ഒരു സിംഗിൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. സോ ബീറ്റയ്ക്ക് സെക്കൻഡ് വാല്യൂ പാസ് ചെയ്തു, ബീറ്റ ബി. ഇത് രണ്ടും എന്താണ്? ഫങ്ഷൻ കോൾ ആണ് ടു ബേസ് ക്ലാസ് കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഹെഡർ ലൈൻ. ദെൻ ദ ഡെഫിനേഷൻ ഓഫ് ഗാമ കൺസ്ട്രക്ടർ ഇസ് എം ഈക്വൽ ടു സി ആൻഡ് എൻ ഈക്വൽ ടു ഡി. എയുടെ വാല്യൂ ആൽഫ ക്ലാസ്സിന് പാസ് ചെയ്തു, ബിയുടെ വാല്യൂ ബീറ്റ ക്ലാസ്സിന് പാസ് ചെയ്തു. ഇനി 2 വാല്യൂസ് സിയും ഡിയും ഉണ്ട്, ദാറ്റ് ഇസ് ഫോർ ഇറ്റ്സ് ഓൺ കൺസ്ട്രക്ടർ. എം ആൻഡ് എൻ വാല്യൂസിനുള്ള വാല്യൂസ് ആണത്. എം ഈക്വൽ ടു സി ആൻഡ് എൻ ഈക്വൽ ടു ഡി. അവിടെ ഗാമ എന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ട്. നൗ ഫ്രം ദ മെയിൻ ഫംഗ്ഷൻ യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഗാമ, ഗാമ ജി. എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം? 4 പാരാമീറ്റേഴ്സ്, 5 10.75
20 and 30. This is for A, this is for B, and this is for C, and this is for D. 4 parameters പാസ് ചെയ്യും. അപ്പോൾ ആദ്യം ഏത് കൺസ്ട്രക്ടർ ആയിരിക്കും ആദ്യം ഇൻവോക്ഡ് ആവുന്നത്? ഇത് കൺസ്ട്രക്ടർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസ് ക്ലാസ് കൺസ്ട്രക്ടർ ആണ് ആദ്യം ഇൻവോക്ഡ് ആവുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഈ 5 എന്ന വാല്യൂ എക്ക് വരും. അപ്പോൾ ആൽഫ 5 വാല്യൂ പാസ് ചെയ്യും. ഓക്കെ, ആൽഫ 5 വെച്ചിട്ട് പാസ് ചെയ്യും. പക്ഷേ ആർക്കാണ് ഇവിടെ പ്രയോറിറ്റി കൂടുതൽ? ഇവിടെ ഏത് ഓർഡറിൽ എഴുതിയാലും ഇൻഹെറിറ്റൻസിൽ ഏത് ഓർഡറിലാണോ എഴുതുന്നത്, നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ കണ്ടു ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ഇൻഹെറിറ്റൻസിൽ ആദ്യം ഏത് ബേസ് ക്ലാസ് ആണോ എഴുതുന്നത് അതിൻ്റെ കൺസ്ട്രക്ടർ ആണ് ആദ്യം ഇൻവോക്ഡ് ആവുന്നത്, അല്ലാതെ ഇവിടെ എഴുതുന്ന ഓർഡറിലല്ല. ഇവിടെ ആൽഫയ്ക്ക് ആദ്യം 5 എന്നുള്ള വാല്യൂ വരും, ബീറ്റയ്ക്ക് നെക്സ്റ്റ് വാല്യൂ 10.75 വരും. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഏത് കൺസ്ട്രക്ടറിനെയാണ് ആദ്യം കോൾ ചെയ്യുന്നത്? ബീറ്റ വിത്ത് 10.75. കാരണം ഇവിടെ ഇൻഹെറിറ്റൻസിൽ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ക്ലാസ് നെയിം ആരാണ്? ബീറ്റയാണ്. ഓക്കെ, അപ്പൊ ബീറ്റയുടെ കൺസ്ട്രക്ടർ ആണ് ആദ്യം കോൾ ചെയ്യുന്നത് വിത്ത് 10.75. അപ്പൊ 10.75 എന്നുള്ള വാല്യൂ ഇവിടെ വരും. വൈക്ക് 10.75. ആൻഡ് ഇഫ് യു റൈറ്റ് എ ഫംഗ്ഷൻ ടു ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് വൈ യു വിൽ ഗെറ്റ് 10.75 there. We haven't written any function for that. സോ ഇവിടെ ഇപ്പം എന്ത് മാത്രം ഡിസ്പ്ലേ ചെയ്യും? ബീറ്റ. സോ ഔട്ട്പുട്ട് നോക്കി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാ പ്രിന്റ് ചെയ്തിരിക്കുന്നത്? ബീറ്റ എന്നാണ്. നെക്സ്റ്റ് ആൽഫ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യും വിത്ത് വാല്യൂ 5 പാസ് ചെയ്യും. അതിവിടെ വരും, 5 വാല്യൂ വരും. എക്സ് വിൽ ബി അസൈൻ 5. ഓക്കെ, ആൻഡ് ദർ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ആൽഫ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി പ്രിന്റഡ്, ദാറ്റ് ഇസ് ആൽഫ. ഇനി തീർച്ചയായിട്ടും അടുത്തത് ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ ആയിരിക്കും. ലാസ്റ്റ് 2 വാല്യൂസ് 20, 30 സിക്കും ഡിക്കും കിട്ടും. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി അസൈൻ ടു എം ആൻഡ് എൻ. എമ്മിനും എന്നിനും 20, 30 വാല്യൂ വരും. ആൻഡ് സി ഔട്ട് ഗാമ 20. So this is the order of execution of derived class constructor, and this is the syntax of header line of derived class constructor. So this is one method of defining derived class constructor. There is one more method that we will see.